കാപ്പ കേസിൽ ജയിലിലുള്ള തിരുവനന്തപുരം ബി.ജെ.പി. കൗൺസിലർ സുഗതന്റെ കൗൺസിലർ സ്ഥാനം പ്രതിസന്ധിയിൽ. ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ അയോഗ്യനാക്കപ്പെട്ടേക്കും. എന്നാൽ പ്രത്യേക അവധി അപേക്ഷ കൗൺസിൽ പാസാക്കി സുഗതനെ സംരക്ഷിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും ഏറെ നിർണായകമാണ് സുഗതനെയും ബി.ജെ.പിയെ സംബന്ധിച്ചെന്ന്. അവധി അപേക്ഷ കൗൺസിലിൽ പാസാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി. കടക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ തന്നെയായിരിക്കില്ലേ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? തീർച്ചയായും പ്രതിപക്ഷം അതിനെ തീർച്ചയായും എതിർക്കുക തന്നെ ചെയ്യും. കാപ്പ കേസിൽ ഇപ്പോൾ സുഗതൻ നിലവിൽ ജയിലിലാണ്. അതിനാൽ തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 യോഗങ്ങളിലും ഇത്തരത്തിൽ സുഗതന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഈ അവസരത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനം അടക്കം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട്, അതായത് ഈശ്വരനാമത്തിലല്ലാതെ വിവിധ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് അത് ജയിലിൽ വെച്ച് ചെയ്യുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് ബി.ജെ.പി. മുക്തരാകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 യോഗങ്ങളിലും ഇത്തരത്തിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഇന്നത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. അതിനെ മറികടക്കാനാണ് ഇത്തരത്തിൽ സുഗതൻ ഒരു അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് മേയർക്ക്. അത് പരിഗണിച്ച് സുഗതന് 6 മാസത്തേക്ക് അവധി നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി. കടക്കുകയാണെങ്കിൽ അതിനെ ശക്തമായി തന്നെ പ്രതിപക്ഷങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഒരു അവധി നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടായിരിക്കും അവർ എടുക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലടക്കം വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ പ്രതിഷേധങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗത്തിലും ഇതുപോലെ തന്നെ ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ യോഗം ബി.ജെ.പിയെ സംബന്ധിച്ചും സുഗതനെ സംബന്ധിച്ചും വളരെയേറെ നിർണായകമാണ്. 1994 മുനിസിപ്പൽ നിയമം അനുസരിച്ച് 91 വകുപ്പ് അനുസരിച്ച് ഇത്തരത്തിൽ കൗൺസിലർമാർക്ക് അവധി നൽകാനുള്ള ഒരു നിയമമുണ്ട്. എന്നാൽ ഈ അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് കൗൺസിലർമാർ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുക. അപ്പോൾ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വ്യക്തമായി തന്നെ അറിയിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയതെന്നുള്ളത്. സുഗതനെ സംബന്ധിച്ച് സുഗതൻ കാപ്പ കേസിൽ ഇപ്പോൾ പ്രതിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ജയിലിലുള്ളത്. അപ്പോൾ ഇത് സുഗതനെ പ്രതികൂലമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും കടുത്ത എതിർപ്പ് തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ യോഗത്തിൽ ഉന്നയിക്കും. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിന് സമാനമായ രീതിയിൽ ഉള്ള ബഹളങ്ങൾക്കും ഒക്കെ തന്നെ ഒരു ഇട ഇന്നത്തെ യോഗത്തിലുമുണ്ട്. എന്താകും മേയറുടെ നിലപാട് എന്നുള്ളതും സുപ്രധാനമായിരിക്കും. ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർ അടക്കമുള്ളവർ ഈ സുഗതന് ഇത്തരത്തിൽ അവധി നൽകുന്നതിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാൽ കൂടി പ്രതിപക്ഷം ശക്തമായി തന്നെ എതിർക്കാനാണ് സാധ്യത. എന്തായാലും ഇത് കടുത്ത എതിർപ്പുകളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും ഈ കൗൺസിൽ യോഗം തീരുമാനമെടുക്കുക, സുഗതന് ഇനി കൗൺസിലറായി തുടരാൻ സാധിക്കുമോ എന്നതൊക്കെ തന്നെ ഇനി നോക്കി കാണേണ്ടതുണ്ട്. കാർത്തു, ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്. അപർണ തുടരുക, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്.